താരിഫ് യുദ്ധം ഇനി ഇന്ത്യയുടെ അടുത്ത് വിലപ്പോകില്ലെന്ന തിരിച്ചറിവിൽ ഒടുവിൽ കീഴടങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാരണം ഇന്ത്യയും ഇനി ശത്രുപക്ഷത്ത് നിർത്തിയാൽ കാര്യങ്ങൾ അത്ര പന്തിയാകില്ലെന്ന തിരിച്ചറിവിലാണ് കാര്യങ്ങൾ ഈ തരത്തിലെത്തിച്ചത്. അതായത് ട്രംപിന്റെ കീഴടങ്ങളിൽ കാര്യങ്ങൾ എത്തിച്ചത് എന്ന് പറയാം. ഇന്ത്യ ആർക്കു മുന്നിലും അല്ലെങ്കിൽ ആരുടെ മുന്നിലും നട്ടെല്ല് വളക്കില്ലെന്ന സത്യം മനസ്സിലാക്കിയതോടെയാണ് ഇന്ത്യക്ക് നേരെ ഉയർത്തുന്ന ഭീഷണിയൊക്കെ പാടെ ഉപേക്ഷിച്ചിട്ട് മര്യാദയ്ക്ക് ഇന്ത്യയുടെ വഴിക്ക് വന്നിരിക്കുന്നത്. ഇന്ത്യക്കു മേലുള്ള അമേരിക്കയുടെ 50% തീരുവ ഉപേക്ഷിക്കുവാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അവസാനം ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇന്ത്യക്ക് മേലുള്ള അധിക തീരുവ ഉപേക്ഷിച്ചേക്കുമെന്ന സൂചന നൽകിയുള്ള ട്രംപിന്റെ പ്രതികരണം എത്തിയത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്ക് മേൽ ട്രംപ് 50% തീരുവ ചുമത്തിയത്. ആദ്യം 25% ചുമത്തി ഒന്ന് പേടിപ്പിച്ചു നോക്കി, പിന്നീട് 25% അധിക തീരുവയും ചുമത്തുകയായിരുന്നു. എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ ഉടനടി പ്രതികാര നടപടി വേണ്ടെന്ന നിലപാടിൽ അവസാനം എത്തിയിരിക്കുകയാണ് ട്രംപ്. എന്നാൽ 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഇത് വീണ്ടും പരിഗണിക്കേണ്ടി വന്നേക്കാമെന്നും ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് നിലവിൽ ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഇന്ത്യക്കുമേൽ താരിഫ് ചുമത്തിയത് കൊണ്ട് പുടിനെ തടയാൻ കഴിയില്ലെന്നും ഉക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ അഭിസംബോധന ചെയ്യാൻ ട്രംപിന് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ പുടിനെ ശിക്ഷിക്കുകയും ഉക്രൈനെ സൈനിക സഹായം നൽകുകയുമാണ് വേണ്ടതെന്നും US ഡെമോക്രാറ്റിക് പാനൽ വ്യക്തമാക്കി. ഇന്ത്യയും ചൈനയുമാണ് റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കൾ. എന്നാൽ ഇന്ത്യക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചപ്പോൾ ചൈനയോട് US കാണിച്ചത് അത്തരം നടപടി സ്വീകരിച്ചിരുന്നില്ല. അവിടെയും പക്ഷപാതപരമായാണ് അമേരിക്ക ഇടപെട്ടത്. വിഷയത്തിൽ പരോക്ഷമായ വിമർശനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിരുന്നു. അതായത് ഇന്ത്യക്കുള്ള അമേരിക്കയുടെ ഈ നിലപാടിനെതിരെയായിരുന്നു മോദി വിമർശനം ഉന്നയിച്ചത്. സ്വന്തം കഴിവിലും വിഭവങ്ങളിലും വിശ്വസിക്കാമെന്നും ഡോളറിനെയും പൗണ്ടിനെയും മാത്രം ആശ്രയിക്കേണ്ടതില്ലെന്നുമായിരുന്നു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി പറഞ്ഞു വെച്ചത്. US നടപടിക്ക് മറുപടി നൽകണമെന്ന ആവശ്യവും BJP ശക്തമായിരുന്നു. ഉക്രൈൻ റഷ്യ വെടിനിർത്തൽ നിർണായക തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അലാസ്ക കൂടിക്കാഴ്ചയിൽ ഏതൊരു ധാരണയിലും എത്താതെ പിരിഞ്ഞു. 3 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ വെടിനിർത്തലിനായുള്ള അന്തിമ കരാറിലെത്തിയെങ്കിലും പല കാര്യങ്ങളിലും ധാരണയായി എന്നാണ് ട്രംപ് അറിയിച്ചിരുന്നത്. തുടർ ചർച്ചയ്ക്കായി ട്രംപിനെ റഷ്യയിലേക്ക് പുടിൻ ക്ഷണിക്കുകയും ചെയ്തു. 6 വർഷത്തിന് ശേഷമാണ് പുടിനും ട്രംപും നേരിട്ട് കാണുന്ന എന്ന പ്രത്യേകതയും ഈ ചർച്ചയ്ക്കുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച